ഹലോ. നിങ്ങള് വാട്സാപ്പ് ഉപയോഗിച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണോ? കസ്റ്റമറുടെ എൻക്വയറി എടുക്കുക, കസ്റ്റമറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ചില ആൾക്കാരാണെങ്കിൽ ഫുള്ള് പേയ്മെന്റ് അടക്കം വാട്സാപ്പ് കൂടി വാങ്ങിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ ലോസുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആ ലോസസ്? അതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ പേര് താഹ. ഞാനൊരു ബിസിനസ് ആൻഡ് ഓട്ടോമേഷൻ കൺസൾട്ടൻ്റ് ആണ്. സോഫ്റ്റ്വെയർ ഓട്ടോമേഷൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ബിസിനസ് പ്രോഫിറ്റബിൾ ആക്കാം, എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാം, ഇതൊക്കെയാണ് എൻ്റെ ജോലി. ഇപ്പോൾ വാട്സാപ്പ് വന്ന ശേഷം ഒരുപാട് പേര് വാട്സാപ്പ് വഴി ബിസിനസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് വളരെ ഈസി ആയിട്ടുണ്ടല്ലോ. ഒന്നെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ കോർണറിൽ ഒരു വാട്സാപ്പിൻ്റെ ഐക്കൺ ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ എവിടെ അഡ്വർടൈസ് ചെയ്യുമ്പോഴും വാട്സാപ്പിൻ്റെ നമ്പറാണ് കൊടുക്കുക. അപ്പോൾ അത് നല്ലതാണ്. കാരണം കസ്റ്റമർ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് നിങ്ങൾ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വാട്സാപ്പ് വഴി നിങ്ങൾ റീച്ച് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വെഡിങ് ഫോട്ടോഗ്രാഫർ. അപ്പോൾ നിങ്ങളൊരു വെഡിങ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങളുടെ നമ്പർ ഷെയർ ചെയ്തിട്ട് വളരെ എളുപ്പം കസ്റ്റമർക്ക് ഇപ്പോൾ ഒരാളുടെ കല്യാണം ഉണ്ടെങ്കിൽ മെസ്സേജ് ചേട്ടാ എൻ്റെ കല്യാണമാണ്, ഇതൊക്കെയാണ് പ്രോഗ്രാം, ഇന്ന ദിവസം എത്രയാണ് അവൈലബിലിറ്റി, എത്രയാണ് ചാർജസ്, പെട്ടെന്ന് തന്നെ ചോദിക്കാൻ പറ്റും. സോ അത് നല്ലതാണ്. നിങ്ങളും വളരെ ഹാപ്പിയാണ്. കാരണം മുമ്പത്തെ പോലെ നിങ്ങൾ ഓഫീസിൽ തന്നെ ഇരിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു ഫോണിൽ തന്നെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇമെയിൽ നോക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ സൈറ്റിലായിരിക്കും, അല്ലെങ്കിൽ പുറത്തായിരിക്കും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവായിരിക്കും. അപ്പോൾ കസ്റ്റമറുടെ എൻക്വയറീസ് ഡയറക്റ്റ് നിങ്ങളുടെ ഫോണിൽ തന്നെ വരുന്നുണ്ട്. അപ്പം നിങ്ങളും ഹാപ്പിയാണ്, കസ്റ്റമറും ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണ്. അപ്പം എന്താ കുഴപ്പം? കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡെഡ് എൻഡ് ആണ്. ഇപ്പോൾ ഒരാൾ നിങ്ങളെ എൻക്വയറി ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞ വെഡിങ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി നിങ്ങളൊരു പ്രൈസ് പറഞ്ഞു. ചിലപ്പോൾ അവർ റിപ്ലൈ ചെയ്യില്ല. ഓക്കെ, നിങ്ങൾ സൈറ്റിലോ മറ്റോ ഉണ്ടാകുമ്പോൾ ചെയ്തായിരിക്കും, നിങ്ങൾ അതിനെക്കുറിച്ച് മറക്കുകയും ചെയ്യും. ചില ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ബാക്ക് ആൻഡ് ഫോർത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് അതൊരു കസ്റ്റമറായി മാറി. നിങ്ങൾ ഡെലിവറി ചെയ്തു, നിങ്ങൾ ഫോണിൽ തന്നെ പേയ്മെൻറ്റിൻ്റെ ലിങ്ക് അയച്ചു, ഒരു പൈസ അയച്ചു, ഫുൾ ബിസിനസ് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിലും അതൊരു ഡെഡ് എൻഡ് അല്ലേ? പിന്നെ ആ കഴിഞ്ഞ കസ്റ്റമറെ നിങ്ങൾ എന്താ ചെയ്യുക? അതവിടെ തന്നെ മറന്നു പോകും. ഇങ്ങനെ ചാറ്റുകൾ, പുതിയ ചാറ്റ് വരുമ്പോഴത്തേക്കും അതിങ്ങനെ താഴെ താഴെ പോയിക്കൊണ്ടിരിക്കും. അതാണ് മെയിൻ കുഴപ്പം. ഇപ്പം നിങ്ങളുടെ ബിസിനസ്, അതായത് വാട്സാപ്പ് കൂടി ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങളൊരു ഡെഡ് എൻഡിൽ പോയിട്ട് നിൽക്കുന്നുള്ളതാണ് കുഴപ്പം. അതൊരു ലീഡ് വന്നിട്ട് ലീഡ് കസ്റ്റമർ ആയാലും ലീഡ് കസ്റ്റമർ ആയില്ലെങ്കിലും നിങ്ങൾ ഡെഡ് എൻഡിൽ പോയി നിൽക്കും. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു പൈപ്പ് ലൈൻ ആണ്. ഓക്കെ, നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്തു. ആ മാർക്കറ്റിങ്ങിൽ നിന്ന് എക്സ്പെൻസീവാണ് മാർക്കറ്റിംഗ്. നിങ്ങൾ ഗൂഗിൾ ആഡ്സ് ചെയ്യുവാണെങ്കിലും പത്രത്തിൽ പരസ്യം കൊടുക്കുകയാണെങ്കിലും അതല്ല നിങ്ങൾ നോട്ടീസ് പ്രിൻ്റ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്, അങ്ങനെയാണെങ്കിലും എക്സ്പെൻസീവാണ്. അപ്പോൾ ആ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ എക്സ്പെൻസ് ചെയ്ത് സ്പെൻഡിൽ നിന്ന് കുറച്ച് പേരാണ് ലീഡ് ആവുക. അതിൽ നിന്നും കുറച്ച് പേരാണ് ഡിസ്കഷൻ സ്റ്റേജിലോട്ട് എത്തുക. പിന്നെയും കുറച്ച് പേരാണ് അതിൽ നിന്ന് ഒരു കസ്റ്റമറായി മാറുക. അപ്പോൾ അവസാനം ഈ ഫണലിൽ കൂടി വളരെ ചുരുക്കം പേരെ എത്തുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഈ സ്പോട്ടിലാണ് നിങ്ങൾ കൂടുതൽ പൈസയും സ്പെൻഡ് ചെയ്തത് നിങ്ങളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും. ഓക്കെ, അങ്ങനെ കിട്ടുന്ന ഓരോ ലീഡും വളരെ പ്രഷ്യസ് ആണ്. അപ്പോൾ വാട്സാപ്പ് വഴി നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കിട്ടിയ ലീഡ് ഒരു ഡെഡ് എൻഡിൽ പോയിട്ട് എത്തുകയാണ്. അതാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വാട്സാപ്പ് കൂടി ചെയ്യുന്നതിൻ്റെ മെയിൻ കുഴപ്പം. ഇപ്പോൾ ലീഡ്സ് എന്ന് പറയുന്നത്, ലീഡ്സ് വളരെ എക്സ്പെൻസീവ് ആണ്. ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാശ് മുടക്കി മാർക്കറ്റിംഗ് ചെയ്തിട്ട് ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ അതിന് രണ്ട് വഴിയേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ ആ ലീഡിൽ നിന്ന് നിങ്ങൾ ഏൺ ചെയ്യണം, അതായത് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് അവരെ കസ്റ്റമറാക്കി മാറ്റി ആ കസ്റ്റമർ നിങ്ങൾക്ക് പൈസ തരുന്നു, അതാണ് ലീഡ് മസ്റ്റ് ഏൺ. അതല്ലെങ്കിൽ ആ ലീഡിൽ നിന്ന് നിങ്ങൾ ലേൺ ചെയ്യണം, എന്തെങ്കിലും പഠിക്കണം. ഇപ്പോൾ നിങ്ങളൊരാൾ എൻക്വയറി ചെയ്തു, നിങ്ങൾ റിപ്ലൈ ചെയ്തു, അവർ പിന്നെ റിപ്ലൈ ചെയ്തിട്ടില്ല, നിങ്ങൾ മറന്നും പോയി, അതൊരു ഡെഡ് എൻഡ് അല്ലേ? അതിൽ നിന്ന് നിങ്ങളൊന്നും സമ്പാദിച്ചിട്ടുമില്ല, ഒന്നും പഠിച്ചിട്ടുമില്ല. അതിന് പകരം അവരെന്താ റിപ്ലൈ ചെയ്യാത്തതെന്ന് നിങ്ങൾ നോക്കി അതിൽ നിന്ന് നിങ്ങളുടെ പേയ്മെൻറ്റ് കൂടുതൽ, നിങ്ങൾ പറഞ്ഞ പൈസ കൂടുതലാണോ അല്ല സമയത്തിൻ്റെ കുഴപ്പമാണോ എന്താന്ന് പറഞ്ഞ് ലേൺ ചെയ്തിട്ട് അത് വീണ്ടും ബിസിനസ്സിൽ ഉപയോഗിക്കണം. ദാറ്റ് ഷുഡ് ബി യുവർ ഐഡിയൽ വേ. ഓക്കെ, ഇത് രണ്ടും ചെയ്യാണ്ട് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോസായി പോകുന്ന ലീഡുകൾ, അതായത് നിങ്ങൾ ഒരു ലീഡ് ഡെഡ് എൻഡിൽ വിട്ട് കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്നറിയോ? ഒന്ന്, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എടുക്കും. ഓക്കെ, ലീഡ് വളരെ ചുരുക്കമാണ്, ലീഡ് എക്സ്പെൻസീവ് ആണ്. അപ്പം നിങ്ങൾ വിടുന്ന ഓരോ ലീഡും നിങ്ങൾ നേരെ നിങ്ങളുടെ കോമ്പറ്റീറ്ററിന് പോയിട്ട് കൊടുക്കുന്നതാണ്. അതുമല്ലാണ്ട് ഇത് ബേസിക്കലി പൈസ വെള്ളത്തിലിടുന്ന ഏർപ്പാടല്ലേ? കാരണം നിങ്ങൾ കാശ് മുടക്കി മാർക്കറ്റിംഗ് ചെയ്തിട്ട് ലീഡ് വന്നിട്ട് അതിനെ പ്രോപ്പറായിട്ട് എൻഗേജ് ചെയ്തില്ലെങ്കിൽ ആ ലീഡ് ലോസ്റ്റ് ആയിട്ട് പോയി ഡെഡ് എൻഡിൽ നിൽക്കുന്നത്, അത് വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്നു. സോ നിങ്ങൾക്കതൊരു പൈസ വേസ്റ്റാണ്. അതാണ് മെയിൻ ലീഡ്സിൻ്റെ കുഴപ്പം. ഇതിൻ്റെ എല്ലാം മൂല കാരണം എന്ന് പറയുന്നത് വാട്സാപ്പ് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. നിങ്ങളതൊരു CRM ആയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്.
ഇപ്പോൾ വാട്സാപ്പ് ചുമ്മാ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം ചെയ്ത് ഉപയോഗിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളെന്താ ചെയ്യുക, വാട്സാപ്പിൽ കൂടി തന്നെ എല്ലാ ബിസിനസ്സും ചെയ്യാൻ നോക്കും. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ഗ്യാപ്പ് കൂടി നിങ്ങളുടെ ലീഡ്സ് മിസ്സാവുന്നതാണ് ചെയ്യുന്നത്. സോ ആദ്യം മനസ്സിലാക്കേണ്ടത്, വാട്സാപ്പ് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ്, അതൊരു CRM അല്ല. ഓക്കെ, അതായത് നിങ്ങളെ ചാറ്റ് സ്റ്റോർ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാം, വേണമെങ്കിൽ പേയ്മെൻറ്റ് ലിങ്ക് വരെ അയക്കാം. പക്ഷേ അതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. അല്ലാണ്ട് അതൊരു എന്താ പറയുക, ബിസിനസ്സിൻ്റെ എല്ലാ ഇൻഫർമേഷനും സ്റ്റോറാക്കി വെക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. ഓക്കെ, അതിന് നിങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ആക്ച്വൽ CRM ആവശ്യമാണ്. നിങ്ങളുടെ ബിസിനസ് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും നിങ്ങൾക്കൊരു ആക്ച്വൽ CRM ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ ഈ CRM എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു വലിയ സോഫ്റ്റ്വെയറിന് പൈസ മുടക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊരു ചുമ്മാ ഗൂഗിൾ ഷീറ്റ് എടുത്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് സേവ് ചെയ്ത് തുടങ്ങിയാൽ മതി. അതാണ് നിങ്ങളുടെ ബേസിക് CRM എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ വാട്സാപ്പിൽ കൂടി ചെയ്യുമ്പോൾ ഉള്ളൊരു ഇതെന്താണെന്നറിയോ, നിങ്ങൾക്ക് ഡെയിലി 5, 10, 20 മെസ്സേജ് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന് റിപ്ലൈ അയക്കുന്നുണ്ടാവും. അതിൽ നിന്ന് ചെറിയ പേര് കൺവേർട്ട് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ബിസിയാണെന്നുള്ളൊരു തോന്നൽ വരും. കാരണം ലീഡ്സ് വരുന്നുണ്ട്, നിങ്ങൾ റിപ്ലൈ അയക്കുന്നുണ്ട്. പക്ഷേ ബിസി ഈസ് നോട്ട് ഈക്വൽ ടു കൺവേർഷൻ. അതായത് ബിസി ആവുന്നത് നിങ്ങൾ വളരുന്നതിൻ്റെ ഒരു ലക്ഷണമല്ല. ബിസി ആവുന്നത് നിങ്ങളുടെ സിസ്റ്റം ശരിയില്ലാത്തത് കൊണ്ട് നിങ്ങൾ ബിസി ആവുന്നതാണ്. അല്ലാണ്ട് നിങ്ങൾ വളരുന്നത് കൊണ്ടാവുന്ന ബിസി അല്ല. ആ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ ഒരു എത്ര ചെറിയ ബിസിനസ് ആണെങ്കിലും നിങ്ങൾ ആദ്യം ഒരു CRM ഉണ്ടാക്കുക. അപ്പോൾ CRM ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഇതൊരു CRM ഞാനിപ്പോൾ ഒരു 10 മിനിറ്റിൽ ഗൂഗിൾ ഷീറ്റ് വഴി ചെയ്തതാണ്. ഇതിനകത്ത് ആകെ 4-5 റോസേ, അതായത് കോളംസേ ഉള്ളൂ. ആ കോളംസിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ആര് ഏത് ഡേറ്റിൽ ആരാ നിങ്ങളെ വിളിക്കുന്നത്, അവരുടെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് വന്നത് എന്നുള്ള ചോദ്യം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾ നിങ്ങളെ വിളിക്കുമ്പോൾ എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാരണം നിങ്ങൾ ഏത് മാർക്കറ്റിംഗ് മെത്തേഡാണ് വർക്ക് ആവുന്നത് നമുക്കപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ റെഫറൽ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ആഡ് ആയിരിക്കും, എന്താണ്, പിന്നെ എന്താണ് എൻക്വയറി ചെയ്തത്, പിന്നെ അതിൻ്റെ സ്റ്റേറ്റസ്. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു ഗൂഗിൾ ഷീറ്റ് വഴി നിങ്ങൾക്ക് തുടങ്ങിയാൽ മതി. അത്രയും CRMന് ചോദിക്കുന്നുള്ളൂ. പക്ഷേ അത് ആവശ്യമാണ്. വരുന്ന ഓരോ ലീഡും CRMലോട്ട് പോകണം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വാട്സാപ്പിനെ CRM ആക്കി മാറ്റും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്താ റിക്വസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ, അവരുടെ അതായത് അതൊരു ലോജിസ്റ്റിക് കമ്പനിയാണ്. അവർക്ക് മാസാമാസം അവർ ആഡ് ചെയ്തിട്ടാണ് ക്ലയൻറ്റ്സ് വരുന്നത്. അപ്പോൾ മാസാമാസം മാർക്കറ്റിങ്ങും ആഡും ചെയ്യുന്നതിൻ്റെ ഓട്ടോമേഷന് വേണ്ടിയിട്ടാണ് അവർ എന്നെ ഹയർ ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ബിസിനസ് ഏകദേശം സാധാരണ വാട്സാപ്പിൽ കാണുന്ന അതേ സ്ട്രക്ചറാണ്. അവർ ആഡ് പ്ലേസ് ചെയ്യും, എൻക്വയറി വരും, വാട്സാപ്പിൽ നിൽക്കും, അവർ അതിൽ നിന്ന് കുറച്ച് പേര് ഇങ്ങനെ ഫണലിൽ കൂടി പാസ്സായിട്ട് ക്ലയൻറ്റ് ആവും. ഓക്കെ, മാസാമാസം അവരിവിടെ പുതിയ ആഡ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇതിലൂടെ പോയിട്ട് ബിസിനസ് ഉണ്ടാവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരെന്നെ വിളിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, അവരുടെ പ്രശ്നം ഇത് ഓട്ടോമേഷൻ അല്ല. അവരുടെ പ്രശ്നം, അതായത് ഈ ഓട്ടോമേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഡേറ്റ ഇല്ലാത്തതാണ് അവരുടെ മെയിൻ പ്രശ്നം. ഓക്കെ, അപ്പോൾ അപ്പോൾ ഞാൻ പോയി അവർക്കൊരു CRM സെറ്റപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, CRM സെറ്റപ്പ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മുമ്പ് അവർക്ക് ഈ മാസം നമ്മളൊരു 150,000, അതായത് 150,000 ബിസിനസ് ചെയ്തു എന്നുള്ളതാണ് അവർക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ. അതിൽ അവർക്ക് ഒരു ധാരണയുണ്ട്, ഇത്ര പേര് ഇയാൾ മെസ്സേജ് ഉണ്ടായിരുന്നു, ഇയാൾ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ റിപ്ലൈ ചെയ്തില്ല എന്നൊരു ധാരണയുണ്ട്. അല്ലാണ്ട് അവരുടെ ഒരു ഡീറ്റെയിൽഡ് അക്കൗണ്ട്സ് അവരുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ CRM വന്ന ശേഷം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവർക്കൊരു ക്ലാരിറ്റി ഉണ്ട്. അതായത് നമ്മൾ പൈസ മുടക്കി അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു, അതിൽ നിന്ന് എത്ര ലീഡ്സ് വന്നു എന്നുള്ള പ്രോപ്പർ ക്ലാരിറ്റി. കാരണം അവരിൽ ഇതുപോലൊരു ടേബിൾ ഉണ്ടല്ലോ, അതായത് ഇതിങ്ങനെ ഇപ്പോൾ വേണ്ട, അവർക്ക് മൊത്തം 44 ഉദാഹരണത്തിന് മൊത്തം 44 ലീഡ്സ് വന്നു. ഓക്കെ, അതിൽ 22 പേര് ഇപ്പോഴും ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 13 പേര് അതിൽ നിന്ന് ലോസായിട്ട്, ആ ലീഡ്സ് ലിസ്റ്റിൽ നിന്ന് ലോസായിട്ട് പോയി. അതിലൊരു എന്താ പറയുക, 4 പേര് ബിസിനസ് പിടിച്ച് നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. ഒരു 5 പേരുടെ ബിസിനസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ മുമ്പ് അവർക്ക് ആകെ അറിയാവുന്നത് കഴിഞ്ഞ മാസം 1,50,000 രൂപയുടെ ബിസിനസ് നടന്നു എന്ന് മാത്രമാണ്. അതിൻ്റെ സ്പെസിഫിക്സ് അവർക്ക് വലിയ ധാരണയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു CRM ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വളരെ വിസിബിലിറ്റി ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്. അതായത് ആരൊക്കെ ഏതൊക്കെ സ്റ്റേജസിലാണെന്നുള്ള ക്ലാരിറ്റി. ഒരു വാട്സാപ്പിൽ ഇങ്ങനെ ചാറ്റിൽ ലിസ്റ്റ് കാണുന്ന പോലെ അല്ലല്ലോ ഒരു പൈപ്പ് ലൈനിൽ കൂടി കാണുന്നത്. ഇപ്പോൾ ക്ലാരിറ്റി ഉണ്ട്, ഇന്ന ആൾ നമ്മൾ ജസ്റ്റ് ചാറ്റ് ചെയ്താണ്, ഇന്ന ആൾ ഇന്ന സ്റ്റേജിലാണ്, ഇവരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവരുടെ വർക്ക് കഴിഞ്ഞു, ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ക്ലാരിറ്റി അവർക്ക് വരും. അതല്ലാണ്ട് ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ട്രുത്താണ്. ഇപ്പോൾ ഒരു CRM ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ എൻക്വയറീസും അതിലോട്ട് പോയി നിൽക്കും.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി വന്നതാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ DM-ൽ വന്നതാണെങ്കിലും ഇമെയിൽ അയച്ചിട്ട് വന്നതാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാമിൽ ബിസിനസ് ഇവൻറ്റിൽ അറ്റൻഡ് ചെയ്തിട്ട് അവിടെ കണ്ടിട്ട് വന്നതാണെങ്കിലും എല്ലാ ലീഡ്സും ഒരു സ്ഥലത്ത് പോയി നിൽക്കും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ ബിസിനസ്സിൻ്റെ ഒരു വ്യൂ കിട്ടും. ഓക്കെ, അതുമല്ലാണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലോട്ട് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള ഒരു ബെനിഫിറ്റ്സും കൂടി അവർക്ക് കിട്ടും. ഇപ്പോൾ ഈ CRM എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനൊരു CRM അവരുടെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരു ബിസിനസ് എങ്ങനെ ചിന്തിക്കുകയെന്നറിയോ? ഓക്കെ, കഴിഞ്ഞ മാസം നമ്മൾ 1,50,000 രൂപയുടെ ബിസിനസ് ചെയ്തു. ഈ മാസം നമ്മളത് ഒരു 2,00,000 രൂപയാക്കണം. ഓക്കെ, അതൊരു വാലിഡ് റിക്വസ്റ്റ് ആണ്. അതായത് കഴിഞ്ഞ മാസം നമ്മൾ ഇത്ര ഇതിൻ്റെ ബിസിനസ് ചെയ്തു, ഈ മാസം അത് ഇത്രയെങ്കിലും ആക്കണം. ഓക്കെ, ഇതെങ്ങനെ ആക്കും? ആ ചോദ്യത്തിന് അവർക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. എവിടെയാണ് എഫേർട്സ് ഇടേണ്ടത് എന്നുള്ള ഒരു ധാരണ അവർക്കില്ല. കാരണം അവർക്ക് ഈ ടോട്ടൽ ഒരു ഫിഗർ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ മാസം 1,50,000 ബിസിനസ് ചെയ്തു, ഈ മാസം 2 ബിസിനസ് ചെയ്യണം. അപ്പോൾ ഒരു CRM നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബ്രേക്ക് ഡൗൺ ഉണ്ട്. അതായത് കഴിഞ്ഞ മാസം നമുക്ക് 44 ലീഡ് വന്നു. അപ്പോൾ ഈ മാസം നമ്മൾ ലീഡ്സിൻ്റെ കൗണ്ട് 60 ആക്കണം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എഫേർട്സ് ഇടാൻ പറ്റും. സ്പെസിഫിക്കലായിട്ട് നിങ്ങളുടെ ടോപ്പ് ലെവൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് എഫേർട്സ് ഇടാം, കൂടുതൽ ആൾക്കാർ നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് കഴിഞ്ഞ മാസം നിങ്ങളുടെ കൺവേർഷൻ റേറ്റ് 20% ആയിരുന്നു. ഈ മാസം നിങ്ങളുടെ കൺവേർഷൻ റേറ്റ് നമുക്ക് കൂട്ടണം. അതായത് ടോട്ടൽ വരുന്ന എൻക്വയറിയിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന എൻക്വയറീസ് കുറക്കണം. അപ്പോൾ എന്താ, ഇതിൽ നിന്ന് 20%, 22% ആക്കിയാൽ നിങ്ങൾക്ക് വീണ്ടും കൂടുതൽ ക്ലയൻസ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ CRM ഉണ്ടെങ്കിലും CRM ഇല്ലെങ്കിലും അത് 2 വ്യത്യസ്ത വഴികളാണ്. CRM ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ റോളേ കാണുള്ളൂ. നമുക്ക് ബിസിനസ് കഴിഞ്ഞ മാസം 1.5 ബിസിനസ്സായി, ഈ മാസം 2 ബിസിനസ് ആക്കണം എന്നുള്ള ഒരു റോഡ് നിങ്ങൾക്ക് മുമ്പിലോട്ടൊരു വഴിയുണ്ട്. പക്ഷെ അത് ക്ലിയർ അല്ല. എന്നാലോ CRM ഉണ്ടെങ്കിൽ ആ മുമ്പിലോട്ടുള്ള നിങ്ങളുടെ വഴി ഇങ്ങനെ മൾട്ടിപ്പിൾ സ്പ്ലിറ്റായിട്ട് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് ലീഡ്സ് കൂട്ടണം, അതല്ലാണ്ട് കൺവേർഷൻ റേറ്റ് കൂട്ടണം, അതല്ലാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ലോസ് ആയിട്ട് പോകുന്ന ലീഡ്സിനെ റിവൈവ് ചെയ്യണം. അതായത് ചില ആൾക്കാർ എൻക്വയറി ചെയ്യും, നിങ്ങൾ റിപ്ലൈ ചെയ്യും, എന്നിട്ട് അവർ റിപ്ലൈ ചെയ്തില്ല. അതങ്ങനെ വിടാൻ പാടില്ല, അതങ്ങനെ ഡെഡ് എൻഡിൽ വിടാൻ പാടില്ല. നിങ്ങൾ വീണ്ടും എടുത്തിട്ട് അവരോട് ഞങ്ങൾ കൊട്ടേഷൻ അയച്ചിരുന്നു, എന്താ താല്പര്യമില്ലേ എന്ന് പറഞ്ഞിട്ട് റിവൈവ് ചെയ്യണം. അപ്പോൾ മൾട്ടിപ്പിൾ പാർട്സ് ഓഫ് ഗ്രോത്ത് നിങ്ങൾക്ക് മുമ്പിലായിട്ട് കിട്ടുന്നുള്ളതാണ് ബെനിഫിറ്റ്. ഇനി ഇപ്പോൾ ഒരു CRMൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഇത്രയും സംഭവങ്ങൾ കിട്ടിയാൽ മതി. അവരുടെ ഡീറ്റെയിൽസ്, അവർ സോഴ്സ് എങ്ങനെയാണ് നിങ്ങളെ റീച്ച് ചെയ്തത്, എന്താണ് അവിടെ എൻക്വയറി, ഓക്കെ, പിന്നെ ഒരു സ്റ്റേറ്റസ്. അപ്പോൾ ഒരു എൻക്വയറി വന്നിട്ട് അത് ന്യൂ ആയിട്ട് കിടക്കും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ ആക്ഷനും കൂടി ഇടണം. ആക്ഷൻ ഇട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്താ അറിയോ? ഒരു എൻക്വയറി വരും, നിങ്ങളതിന് റിപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അടുത്തത് എന്ത് എന്നുള്ളതിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഒരു ന്യൂ ആണെങ്കിൽ അടുത്തത് എന്താ, നിങ്ങൾ വിളിക്കണം. ഓക്കെ, നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് പ്രാക്ടീസ് അനുസരിച്ച് 2-3 കോൾ ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവരെ എടുത്തിട്ട് ഒരു നർച്ചറിങ് ഇമെയിൽ സീക്വൻസിലോട്ട് മാറ്റുന്നുണ്ടാവും. എന്തായാലും നിങ്ങൾ ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയണം. അതല്ലാണ്ട് നിങ്ങളുടെ സിസ്റ്റമിൽ ഒരു വാല്യൂയും കൂടി ഇടണം. ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരാൾ കല്യാണത്തിന്, ചേട്ടാ എൻ്റെ കല്യാണമാണ്, നമുക്ക് ഫോട്ടോഗ്രാഫി ആവശ്യമുണ്ടെന്നും എൻക്വയറി വരുമ്പോൾ തന്നെ അവരുടെ പേരിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ആ സർവീസിനുള്ള ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നിങ്ങൾ ഇടണം. ഫോർ എക്സാമ്പിൾ കല്യാണത്തിൻ്റെ ഫോട്ടോ ആണെങ്കിൽ 30,000 രൂപ. 30,000 ആരും കല്യാണം ഫോട്ടോ ചെയ്യില്ല, ബട്ട് ഓക്കെ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താ അറിയോ? നിങ്ങൾ പിന്നെ സ്റ്റേറ്റസ്, അതായത് ഇപ്പോൾ ഒരു ന്യൂ എന്നുള്ള സ്റ്റേറ്റസ് ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾ 30,000 രൂപേൻ്റെ വാല്യൂ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ അത് മാറ്റിയിട്ട് അതിനെ ലോസ് ആക്കുമ്പോൾ നിങ്ങളൊരു ലീഡ് മാത്രമല്ല ലോസ് ആവുന്നത്, നിങ്ങൾ 30,000 രൂപയും കൂടിയാണ്, 30,000ത്തിൻ്റെ ബിസിനസ്സും കൂടിയാണ് ലോസ് ആവുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വാല്യൂ ഇല്ലാണ്ട് എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് അത്ര ഫീൽ ആവില്ല. പക്ഷെ ഒരു വാല്യൂ അതിനകത്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്രയും ബിസിനസ് നമ്മൾ നഷ്ടപ്പെടുകയാണ്, അപ്പോൾ അടുത്ത തവണ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴി നിങ്ങൾ നോക്കും. എന്താ ഇതിൽ നിന്ന് പഠിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലീഡിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാൻ പറ്റുക, അടുത്ത തവണ നമുക്ക് എങ്ങനെ ഇത് ലോസ് ആവാതിരിക്കും, അങ്ങനെയൊക്കെ തോട്ട് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അതിൻ്റെ വാല്യൂയും കൂടി അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് ഇടുന്നത്. വാട്സാപ്പ് ഒരു CRM ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. വാട്സാപ്പ് ഒരു CRM അല്ല. വാട്സാപ്പ് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമാണ്. നിങ്ങളുടെ ബിസിനസ് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും നിങ്ങൾക്കൊരു CRM ആവശ്യമുണ്ട്. എന്നിട്ട് CRMൽ പ്രോപ്പർ പൈപ്പ് ലൈനും വാല്യൂവും വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ബിസിനസ് മുമ്പിലോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി
ഒരു ലീഡ് കാശ് മുടക്കി നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്തിട്ട് ഒരു ലീഡ് വന്നാൽ ആ ലീഡ് ഒരിക്കലും ഡെഡ് എൻഡിൽ പോകാൻ പാടില്ല. ആ ലീഡിന് രണ്ട് വഴിയേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്ന്, ആ ലീഡ് കൺവേർട്ട് ആയിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഏൺ ചെയ്യണം. അതല്ലെങ്കിൽ ആ ലീഡ് എന്തുകൊണ്ട് കൺവേർട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ലേൺ ചെയ്യണം. അത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കുറേ കാലം മുമ്പിലോട്ട് പോയില്ല. കാരണം നിങ്ങളുടെ ടോപ്പ് ലെവൽ ഫണൽ ഡ്രൈ ആയി പോകും. അതല്ല കുഴപ്പം. ഞാൻ നേരത്തെ കാണിച്ച ഈ CRMൻ്റെ ലിങ്ക് ഞാൻ ഞാൻ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അത് ഉപയോഗിച്ച് ജസ്റ്റ് കോപ്പി ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാണ്ട് നിങ്ങൾ CRMൻ്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലോ അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരത്തെ എന്നോട് ചോദിക്കാം. ഞാൻ റിപ്ലൈ ചെയ്യാം കമൻസിൽ കൂടി. ദാറ്റ്സ് ഇറ്റ്. നോക്കിയതിന് നന്ദി, വാച്ച് ചെയ്തതിന് നന്ദി. താങ്ക് യു. ബൈ.